രാവിലെ കിട്ടിയൊരു പുഷാണ് DMൻ്റെ തേർഡ് പാർട്ടീനെ പറ്റി സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ട് സംസാരിക്കാം. നമുക്കറിയാം ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഡിവൈൻ ഫെമിനിനും മാസ്കുലിനും ഇടയിൽ ഒരുപാട് തേർഡ് പാർട്ടി ഉണ്ടാവും. അത് മാസ്കുലിൻ തന്നെ കൊണ്ടുവരുന്നതായിരിക്കാം, എൻകറേജ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അത് റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അത് ഡിവൈൻ ഫെമിനിനായിരിക്കും അതിനെ എതിരെ പ്രവർത്തിക്കുന്നതും അതിൻ്റെ ബർഡനൊക്കെ ചുമക്കുന്നതും അതിനെ ഫിക്സ് ചെയ്യാൻ നോക്കുന്നതും. പലപ്പോഴും ഡിവൈൻ മാസ്കുലിനോട് ഇതിനെപ്പറ്റി പറഞ്ഞ് ചെല്ലുമ്പോൾ തിരിച്ച് ഫെമിനിനെ ബ്ലെയിം ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. അപ്പോൾ എനിക്കിവിടെ എംഫസിസ് ചെയ്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾ കണക്ഷനെ പറ്റിയിട്ടാണ്. ഒരു ഡിവൈൻ മാസ്കുലിൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, ഇതൊരു സോൾ കണക്ഷൻ ആയിട്ട് പോലും. അപ്പോൾ ഡിവൈൻ ഫെമിനിൻസിന് എപ്പോഴുമുള്ള ഒരു കൺഫ്യൂഷനും ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും ഇൻറ്റൻസായ ഒരു സോൾ കണക്ഷൻ ആണെന്നറിയാം, പിരിയാൻ കഴിയാത്ത ബന്ധമാണെന്നറിയാം, എന്നിട്ട് പോലും റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കാൻ രണ്ട് സൈഡിൽ നിന്നും ശ്രമിക്കുന്നില്ല. ഡിവൈൻ ഫെമിനിൻ മാത്രമാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ കാണുന്നതും സെൻസ് ചെയ്യുന്നതും ഇതിന് പിന്നീടുള്ള എനർജി സെൻസ് ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വറീഡ് ആവുന്നതും മാസ്കുലിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഫെമിനിനാണ്. മാസ്കുലിൻ റിലേഷൻഷിപ്പിൽ ലീഡ് ചെയ്യുന്നില്ല തുടക്കത്തിൽ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു സോൾ കണക്ഷൻ ആയിട്ട് പോലും ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ സബോട്ടേജ് ചെയ്യുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാസ്കുലിൻ കൗണ്ടർ പാർട്ടിനെ നമുക്ക് കാണാൻ കഴിയും ഈ ജേണിയിൽ. അപ്പോൾ ഇതിത്രയും നല്ലൊരു ബന്ധമാണെങ്കിൽ എന്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ ദൃഢമാക്കാനുള്ള കാര്യങ്ങൾ മാസ്കുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല? അപ്പോൾ നമ്മൾ എനർജറ്റിക്കലി ഫെമിനിൻസിന് അറിയാൻ കഴിയും ഇതൊരു വിട്ടുമാറാൻ പറ്റാത്ത ഒരു ബന്ധമാണ്, ഇതൊരിക്കലും കട്ട് ചെയ്യാൻ പറ്റാത്തൊരു ബന്ധമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും നല്ല ഒരു ബന്ധത്തിൽ ഇത്രയും അധികം പ്രശ്നങ്ങളും വൺ സൈഡിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നതും എന്നൊക്കെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷനും കോഗ്നിറ്റീവ് ഡിസണൻസുമാണ്. നമ്മൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് പോലും അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് ലഭിക്കുന്നില്ല. പകരം നമ്മളാണ് ആ റിലേഷൻഷിപ്പിന് പ്രശ്നമുണ്ടാക്കുന്ന ഒരാളായിട്ട് പ്രോബ്ലമാറ്റിക്കായിട്ട് നിൽക്കുന്നത്, ഫിക്സ് ചെയ്യാൻ വരുന്നത്, കൺട്രോൾ ചെയ്യാൻ വരുന്നത്, കണക്ഷന് വേണ്ടി ഒന്നും ചെയ്യാത്തതും മാസ്കുലിനെ തേർഡ് പാർട്ടിയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതും നമ്മളാണ്. അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മളാണ്. അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളാണ്. അവരുടെ നിത്യജീവിതത്തിലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ അഡിക്ഷൻസ്, അവരുടെ ലോ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, കൂട്ടുകെട്ടുകൾ, അവരെങ്ങോട്ട് പോകണമെന്നറിയില്ല, അല്ലെ എന്ത് ചെയ്യുന്നു എന്നറിയില്ല, അവരുടെ ഫോണിലുള്ള പ്രവൃത്തികൾ അറിയില്ല, അവരുടെ ഫേസ്ബുക്കിലേക്ക് എനിക്ക് പ്രവേശനമില്ല, അതുപോലെ തന്നെ അവരവിടെ എന്ത് പോസ്റ്റ് ചെയ്യുന്നു എന്നറിയില്ല. അവർ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ട്രിഗറിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് അവരുടെ വുമൺ എന്ന നിലയിൽ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ കൗണ്ടർ പാർട്ട് എന്ന നിലയിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മേലെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അത് ഉണ്ടാക്കാം. നിങ്ങളുടെ പാർട്ട്ണറല്ലേ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ശ്രദ്ധയില്ലേ എന്നുള്ളൊരു ചോദ്യം അത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ വളരെയധികം ബാധിക്കാം. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു സൈഡ് നമുക്കറിയാണ്ട് പോകുന്നതും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും നല്ലൊരു സോൾ കണക്ഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും തടസ്സങ്ങൾ, എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് എല്ലാ ബർഡനും ഡിവൈൻ ഫെമിനിനെ ഏൽക്കേണ്ടി വരുന്നു? അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിററിങ് ആണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കൺഫ്യൂഷനായിരുന്നു ഇത്. ഇത്രയും നല്ലൊരു സോൾ കണക്ഷൻ ആണെങ്കിൽ ഇതെന്തുകൊണ്ട് ഇത്രയും നശിച്ചു പോയി എന്നുള്ളൊരു കാര്യം. എന്തുകൊണ്ട് ഇതിനെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കും തോറും ഇത് വളരെയധികം കേടായി പോകുന്നു എന്നുള്ളൊരു കാര്യം. അതിൻ്റെ ബർഡനൊക്കെ വീണ്ടും വീണ്ടും ഫെമിനിൻ്റെ തോളിൽ വന്ന് വീഴുന്നു എന്നുള്ളൊരു കാര്യം എൻ്റെ ലൈഫിലെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അത് ഏതൊരു ഡിവൈൻ ഫെമിനിൻ്റെ ലൈഫിലെ വളരെ ഒരു കൺഫ്യൂഷനാണ്. ഫെമിനിൻ ട്രൈ ചെയ്യും തോറും കേടാവുന്ന ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ്. അപ്പോൾ
ഇത് എവിടെയാണ് പ്രശ്നം പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സോൾ കണക്ഷൻ ആണെന്നുള്ളതാണ്. ഒരു സോൾ കണക്ഷൻ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഭയങ്കര തമാശയാണ്. മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കാം, നിങ്ങൾക്കും ഒരുപാട് സമയം എടുക്കാം. ബാക്കി കണക്ഷൻ ആണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇത്രയും പാർജിങ്ങോ ഇത്രയും മിററിങ്ങോ തേർഡ് പാർട്ടികളോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഇത്രയും ട്രിഗർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആ ഒരു ട്രോമകളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ഇത്രയും ട്രിഗർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സോൾ കണക്ഷൻ ആണെങ്കിൽ എന്താണ്, പിന്നെ ഉള്ള കണക്ഷൻ എന്താണ്, സോൾ കണക്ഷൻ അല്ലേ. അപ്പോൾ സാധാ കണക്ഷൻ ആണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാൻ പറ്റും. സോൾ കണക്ഷൻ ആണെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനും പ്രശ്നം വരും. പക്ഷേ സോൾ കണക്ഷൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോൾ കണക്ഷന് വേണ്ടി ട്രൈ ചെയ്യേണ്ട എന്നുള്ളതാണ്, ഫിക്സ് ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യമാണ്. അത് ഓൾറെഡി ഉള്ള കണക്ഷനാണ്, അതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡിവൈൻ ഫെമിനിൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് തെറ്റ്. അവർ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു, പ്രവർത്തിച്ചു. അപ്പോൾ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് സോളിൻ്റെ കണക്ഷനാണ്. നമ്മൾ ഉയരും തോറും അവർ നമ്മുടെ കൂടെ ഉയരും. നമ്മുടെ ടൈം ലൈൻ ചേഞ്ച് ആവും തോറും അവരും ടൈം ലൈൻ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യുന്നത് നമ്മളെ ഫിക്സ് ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പോൾ ബാക്കി ചെയ്യേണ്ടത് ഡിവൈൻ മാസ്കുലിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഈ റിലേഷൻഷിപ്പിനോ കണക്ഷനോ എതിരെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് അവരാണ്. അപ്പോൾ അവരുടെ കാര്യം നമ്മൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒരു സോൾ കണക്ഷനിൽ നമുക്ക് അത്രയധികം വർക്ക് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ളതാണ് അവിടെ വരുന്ന തെറ്റ്. ബാക്കി അവിടെ കാണുന്ന പ്രോബ്ലംസൊക്കെ മിററിങ് മാത്രമാണ്. അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, അവർ നിങ്ങളുടെ എനർജി സ്റ്റേറ്റ് മിറർ ചെയ്യുന്നതാണ്. അവർ പറയും നിങ്ങളാണ് പ്രശ്നം എന്നുണ്ടെങ്കിലും നമ്മളത് വിശ്വസിക്കേണ്ട കാര്യമില്ല. അത് ഈഗോയാണ്, ഡെവിളാണ് പറയുന്നത്. അവരുടെ ഉള്ളിലുള്ള ഡെവിളാണ് പറയുന്നത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് പ്രോബ്ലം എന്നുള്ളത്. റിലേഷൻഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ അത് വിശ്വസിക്കുന്നത്, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിക്കും നിങ്ങളാണ് പ്രോബ്ലം എന്നുള്ളത്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഡെവിളാണ്. അപ്പോൾ ഡെവിള് പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സോൾ കണക്ഷൻ നമ്മൾ ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പോകരുത്. നമുക്കതിൽ പ്രവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെ നോക്കിയാൽ മതി, നമ്മൾ സെൽഫ് ലവ് ചെയ്താൽ മതി. നമ്മുടെ ലൈഫ് അടിപൊളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ ലൈഫും ഉയരുന്നത് കാണാൻ പറ്റും. അവർ നിങ്ങളെ മിറർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ. അപ്പോൾ അവരുടെ മാസ്കുലിൻ വളരെ സബ് കോൺഷ്യസ്ലി നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ എന്തിനാ ഇത്രയും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നീ എന്തിനാ അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നീ ഉയർന്നു പോയാൽ ഞാനും വരും. അത് നമുക്ക് ഒബ്വിയസ് ആയിട്ട് അവർ പറഞ്ഞില്ലെങ്കിലും അവർ ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആവും പറയുക. നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ പോയിക്കോ, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. നീ എന്തിനാ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എനിക്കെൻ്റെ ഇൻഡിപെൻഡൻസ് ഇല്ലേ, എനിക്കെൻ്റെ ഫ്രീഡം ഇല്ലേ. അപ്പോൾ അവർ ഈ 3D മെട്രിക്സ് ആയിട്ടുള്ള ലോ ലെവൽ കണക്ഷൻ ഇൻഡിപെൻഡൻസും ഫ്രീഡവും ആയിട്ടൊക്കെ കാണാം. അവരുടെ ഈഗോ അവരങ്ങനെ ഒന്നല്ല എന്നുണ്ടെങ്കിലും അവർക്ക് കാര്യം അവർക്കറിയാം, ഉള്ളിൽ അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അവർക്കറിയാം. പക്ഷേ അവരങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ 3Dയിൽ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വരാം. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോൾ കണക്ഷൻ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഡിവൈൻ ഫെമിനിൻ്റെ എനർജീനെ അവർ മിറർ ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അവർ ഉയരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഡിവൈൻ മാസ്കുലിൻ്റെ കുറച്ച് തേർഡ് പാർട്ടീനെ പറ്റി പറയാം. ഇത് ഡിവൈൻ ഫെമിനിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഡിവൈൻ മാസ്കുലിൻ്റെ തേർഡ് പാർട്ടീനെ പറ്റിയിട്ടുള്ള ബ്ലെയിമും എല്ലാം അവർ തന്നെ ഏറ്റെടുക്കും. അവസാനം അവർ ചിന്തിക്കും, ഇതെൻ്റെ തെറ്റാണോ, ഞാനാണോ ഇതിനൊക്കെ കാരണം, എൻ്റെ ആണോ പ്രശ്നം, ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണോ, ഞാൻ ഫ്രീഡം കൊടുക്കാത്തത് കൊണ്ടാണോ, ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ, ഞാൻ ജലസാവുന്നത് കൊണ്ടാണോ. നിങ്ങൾ ജലസാവും, ഡിവൈൻ മാസ്കുലിനോട് ജലസാവും. കാരണം അവരുടെ എനർജി കൊടുത്തിട്ടാണ്, അവരുടെ എനർജി വേസ്റ്റാക്കിയിട്ടാണ് മാസ്കുലിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ഫ്രീഡം കളഞ്ഞിട്ടും അവരുടെ സമയവും അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ ഒക്കെ ത്യജിച്ചിട്ടാണ് ഡിവൈൻ മാസ്കുലിൻ്റെ കാര്യങ്ങളെ അവരെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നതും നമ്മുടെ റിലേഷൻഷിപ്പിൽ അവരും തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ നോക്കുന്നതും. അപ്പോൾ അത് വീണ്ടും കൂടിക്കൊണ്ട് വരുന്നതും കാണാം, നമ്മുടെ എനർജിയിൽ കുറഞ്ഞു വരുന്നതും കാണാം. അപ്പോൾ നമ്മൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ശരിക്കും ഫിക്സ് ചെയ്യാൻ നോക്കാൻ എന്നുള്ളത് ഒരു സാധാ മനുഷ്യൻ്റെ അവർ അങ്ങനെ ചെയ്യും, ഒരു സാധാ മനുഷ്യൻ ചെയ്യും. നമ്മൾ എന്ത് കാര്യത്തിലെങ്കിലും എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നന്നാക്കാൻ നോക്കും, റിലേഷൻഷിപ്പ് നന്നാക്കാൻ നോക്കും, മാസ്കുലിനായിട്ടുള്ള ബന്ധം നന്നാക്കാൻ നോക്കും, പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാം ശരിയാക്കാൻ നോക്കും. പക്ഷേ അങ്ങനെ നമ്മൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോൾ നമുക്ക് മാസ്കുലിൻ
കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഇല്ല, എന്നാൽ അവർ ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, അവർ ഭയങ്കര ഫ്രീ ആണ്, അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കരിയർ ശരിക്ക് പോകുന്നു, നമ്മുടെ കരിയർ പോകുന്നില്ല. നമ്മൾ എല്ലാം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കൊടുത്തു, ഫിക്സ് ചെയ്യാൻ നോക്കി, എല്ലാം ശരിയാക്കാൻ നോക്കി, വീണ്ടും വീണ്ടും ബർഡൻ ഒന്നിന് മീതെയായിട്ട് ഒന്നിന് കൂടെ വീണുകൊണ്ടിരിക്കുക, ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ ത്യജിച്ചിട്ട് വേറൊരാൾക്ക് വേണ്ടി എനർജി കൊടുത്താൽ നമ്മളെന്തിനൊക്കെയാണോ ഉപേക്ഷിച്ച് പോയത് ആ കാര്യങ്ങൾ മറ്റൊരാളിൽ കാണുമ്പോൾ നമുക്ക് ജലസി ഉണ്ടാവും. അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ജലസിയും ഡിവൈൻ ഫെമിനിൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഡിവൈൻ ഫെമിനിൻ റിലേഷൻഷിപ്പിൽ ഫിക്സ് ചെയ്യാൻ നോക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടും റിലേഷൻഷിപ്പ് നന്നാവാൻ വേണ്ടിയിട്ടുമാണ്. ആ ഡിവൈൻ ഫെമിനിൻ അറിയാം, ഡിവൈൻ ഫെമിനിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ അവൾ പോകുമെന്ന് അറിയാം. അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവൾ മനസ്സ് കൊടുക്കും. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ തിരിച്ചു വരില്ല. അപ്പോൾ അവൾ നിൽക്കുന്നിടത്തോളം അവൾ കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുന്നുള്ളതാണ്. അതൊരു ഡിവൈൻ മാസ്കുലിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പിനെ ഇതിലേക്ക് വേറൊരാൾ വരുന്നില്ല എന്നുള്ളത് നോക്കേണ്ടതും, റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ ശരിയാണ്, ദൃഢമാണ് എന്നുള്ളൊരു കാര്യം നോക്കേണ്ടതും, അത് ബിൽഡ് ചെയ്യേണ്ടതും, അതിന് ലീഡ് ചെയ്യേണ്ടതും ഒക്കെ ഒരു മാസ്കുലിൻ കൗണ്ടർ പാർട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അവർ ചെയ്യും. ഒരു ഡിവൈൻ മാസ്കുലിൻ എനർജിയുടെ പ്രത്യേകതയാണത്. ഇനി ഇത്രയും നാൾ ഈ ഒരു കൺഫ്യൂഷൻ ഡിവൈൻ ഫെമിനിൻസിന് ഉണ്ടായിട്ടുണ്ടാവാം. ആരാണ് പ്രശ്നം, ഞാനാണോ പ്രശ്നം എന്നുള്ളത്, ഞാൻ റിലേഷൻഷിപ്പിനെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണോ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവൈൻ മാസ്കുലിനും കാർമിക്കും ആയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളെ അത് അവളുടെ പ്രോബ്ലമായിട്ട് എടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡിവൈൻ മാസ്കുലിൻ്റെയും കാർമിക്സിൻ്റെയും കുറച്ച് പ്രശ്നങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ കളക്റ്റീവ് എന്ന് പറയുന്നത് ഡിവൈൻ ഫെമിനിനെ മിറർ ചെയ്യുന്ന ഒരു കളക്റ്റീവാണ്. ഡിവൈൻ ഫെമിനിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അവളുടെ സെൽഫ് വർത്തിനെ സംബന്ധിച്ചിട്ടായാലും അവൾക്ക് സെൽഫ് ലവ് കുറവുണ്ടെങ്കിൽ, അവൾ ലോ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ മാസ്കുലിൻ കൗണ്ടർ പാർട്ട് എന്ത് ചെയ്യും, അത് മിറർ ചെയ്യും. അവരും അതൊക്കെ തന്നെ ചൂസ് ചെയ്യും. റിലേഷൻഷിപ്പിന് അവളുമായിട്ടുള്ള അവളുടെ സ്വന്തം റിലേഷൻഷിപ്പ്, സ്വയം താനുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ, പകരം പുറത്തുള്ള റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവനതും മിറർ ചെയ്യുന്നതായിരിക്കും. അവനെന്ത് ചെയ്യും, ആ റിലേഷൻഷിപ്പിലേക്ക് തേർഡ് പാർട്ടികളെ ഇൻഫ്ലുവൻസിനെ കൊണ്ടുവരുന്നതായിരിക്കും. അവൾക്കുള്ളിൽ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ, അവളെ സേഫ് ആക്കുന്നില്ലെങ്കിൽ, അവൾ കാർമിക് എനർജീനെ ഉപേക്ഷിച്ച് പോകുന്നില്ലെങ്കിൽ, അവൾക്ക് അറിയാം. ഡിവൈൻ ഫെമിനിൻ സെൻസിങ്ങിലാണല്ലോ വർക്ക് ചെയ്യുക. ഡിവൈൻ ഫെമിനിന് ഭയങ്കര ഇൻറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവൾക്കൊരു മൈൽ മുന്നേ അറിയാം ഏതൊക്കെ ആൾക്കാരാണ് പ്രശ്നം എന്നുള്ളത്, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശശുദ്ധി എന്നൊക്കെ ഉള്ളത് അവൾക്കൊരു മൈൽ മുന്നേ മണത്തറിയാൻ പറ്റും എന്നുള്ളതാണ്. അത് ഡിവൈൻ മാസ്കുലിന് സെൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവൻ ലോജിക്കലല്ലേ വർക്ക് ചെയ്യുക. അവന് ഹാർട്ട് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവന് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാൽ പോലും ചിലപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടിയെന്ന് വരില്ല. അത് അവൻ്റെ വുമണായിട്ട് നിൽക്കുന്ന സ്ത്രീക്കായിരിക്കും അത് വരാം, അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫെമിനിനും ഒരു പ്രശ്നം. അവളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിനും അത് ബാധിക്കും അങ്ങനെയുള്ള ഒരു ഡിവൈൻ മാസ്കുലിനെ തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ അതും അവളെ പതുക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്നീട് പോവാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ഇപ്പം തേർഡ് പാർട്ടികളെ പറ്റി വളരെ ആയിട്ട് തന്നെ സംസാരിക്കണം എന്നെനിക്ക് തോന്നാൻ ഒരു കാരണം ഉണ്ട്. ഇത്രയും കാലം ഉള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ഈ സമയത്ത് ഡിവൈൻ ഫെമിനിൻ കളക്റ്റീവിൽ നിന്ന് പോകുന്നുണ്ട്. താനാണ് പ്രശ്നം എന്നുണ്ടായിരുന്ന ആ ഒരു മനിപ്പുലേഷൻ ഡിവൈൻ ഫെമിനിൻ കളക്റ്റീവിൽ നിന്ന് ഈ സമയം പോകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ DMൻ്റെ തേർഡ് പാർട്ടികളെ പറ്റിയിട്ട് ഞാൻ കുറച്ച് ആയിട്ട് സംസാരിക്കാം. DM കളക്റ്റീവ് DFനെ മിറർ ചെയ്യുന്ന ഒരു കളക്റ്റീവാണ്. DF അലോ ചെയ്യുന്നതെല്ലാം DM കളക്റ്റീവ് ചിലപ്പോൾ ചെയ്തു എന്ന് വരാം. അപ്പോൾ അത് അവരെ മിററിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വളരെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ സ്റ്റാൻഡേർഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് ഈ 3D മെട്രിക്സിലുണ്ടല്ലേ. അതൊരുപാട് DF ഹാർട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് DFനെ അത് ഒരുപാട് ബാധിക്കും.
അവളുടെ ഇമോഷൻസിനെ ബാധിക്കും, അവളുടെ മെൻ്റൽ സ്റ്റേറ്റിനെ ബാധിക്കും. അത് കുറേ കാലം അവൾ ആ റിലേഷൻഷിപ്പിൽ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഇമ്മ്യൂണിറ്റി കുറയും, അവൾക്ക് ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടായി തുടങ്ങും, അവളുടെ ബോഡിയൊക്കെ സെല്ലായി വരാൻ തുടങ്ങും, കോർട്ടിസോൾ നിറയാൻ തുടങ്ങും, അവളുടെ മെമ്മറി പോയി തുടങ്ങും, അവൾക്ക് ഒന്നും മനസ്സിലാവില്ല, അവളുടെ ബ്രെയിൻ ശരിക്കും പ്രവർത്തിക്കാണ്ടാവും, അവൾ വായിക്കുന്ന കാര്യങ്ങളും അവൾ ഉള്ളിലേക്കെടുക്കുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അവളുടെ ഡിസേൺമെൻറ്റിനെ അത് ബാധിക്കും. അപ്പോൾ ലോജിക്കലായിട്ടൊരു മാത്ത് ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്യാൻ അതുപോലും പറ്റാത്ത രീതിയിൽ അവൾ ആവും എന്നുള്ളതാണ്. അത്രയും അവളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ അത് ബാധിക്കും. ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള മിററിങ്ങിൽ ഒരുപാട് കാലം നിന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഡിവൈൻ ഫെമിനിൻ കുറച്ച് കാലം നിൽക്കുമ്പോഴേക്കും അവളുടെ ഹെൽത്തും, അവളുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ തകരാറിലാവുന്നത് കാണാം റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ ആ ഹെൽത്ത് ഇഷ്യൂസ് മൂലം അവൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകേണ്ടി വരും. വേറൊരു രീതിയിലും ആ ഇമോഷണലായിട്ടുള്ള വിഷമങ്ങൾ കൊണ്ട് പോലും അവൾ പോകുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഫിസിക്കലായിട്ട് എയിൽമെൻറ്റ്സും അസുഖങ്ങളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ഡിവൈൻ മാസ്കുലിനും ഇങ്ങനെയാണ്. അവനും തേർഡ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ അവന് ഇത്രയും തട്ട് കിട്ടിയിട്ട് അവൻ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ്റെയും ഹെൽത്ത് കേടാവാൻ തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു സോൾ കണക്ഷന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. അത് ട്രൈ ചെയ്യുമ്പോൾ എന്താണ്, അത് കുളമായിക്കൊണ്ടിരിക്കും. നമ്മളെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ സോളിൻ്റെ കണക്ഷനാണ്. നമ്മൾ ഉയരും തോറും, അതായത് നമ്മുടെ ശരീരം ഉയരും തോറും സോള് എപ്പോഴും കൂടെ വരില്ലേ, അതുപോലെ ഒരു സോൾ കണക്ഷൻ എപ്പോഴും നമ്മുടെ പിന്നാലെ ഉയർന്നു വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഉയരാൻ വേണ്ടിയിട്ടാണ് മാസ്കുലിൻ നമ്മളെ മിറർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സോൾ കണക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സോൾ കണക്ഷൻ എന്തുകൊണ്ട് പൊട്ടയാവുന്നു എന്ന് ആലോചിച്ച് നമ്മളെ സെൽഫ് ഡൗട്ട് ചെയ്യാണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു സോൾ കണക്ഷൻ ഫിക്സ് ചെയ്യാൻ പോകുമ്പോഴാണ് അവിടെ പ്രശ്നം. അത് ചീത്തയല്ല, അത് റിയലാണ്. പലപ്പോഴും നമുക്കങ്ങനെ തോന്നാം. നമ്മൾ സോൾ കണക്ഷൻ സപ്പോർട്ട് ചെയ്യാം. ഒരു നല്ല കണക്ഷൻ ആണെങ്കിൽ ഇത്രയും പ്രശ്നം എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നല്ല കണക്ഷനിലും പ്രശ്നമുണ്ടാവും, സോൾ കണക്ഷനിലും പ്രശ്നമുണ്ടാവും. നമ്മളത് ചീത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സോൾ കണക്ഷനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ചീത്ത കാര്യങ്ങൾ നടക്കാം സോൾ കണക്ഷനിലും. അത് മിററിങ് ആയിട്ടാണ് നടക്കുന്നത്. അത് നമ്മുടെ എനർജിയെ മിറർ ചെയ്തിട്ട് നടക്കാം. അല്ലാണ്ട് അവർ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കുന്നില്ല. നമ്മുടെ മിററിങ്ങിന് മാത്രമായിട്ടാണ്, ഒരു സോള് നമ്മളെ മിറർ ചെയ്യുന്നത് മാത്രമാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ സോൾ കണക്ഷനിൽ വരാം. അതുകൊണ്ട് അത്രയും ഹാർട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കണക്ഷൻ്റെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ എന്നൊന്നും ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം ഓർത്താൽ മതി. ഇനി DMൻ്റെ തേർഡ് പാർട്ടികളെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിനെ ലോകം അവർ പറയാതെ തന്നെ തിരിച്ചറിയും എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പ് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ലോകത്തിന് അത് ഇൻസെക്യൂർ ആക്കും. ആ റിലേഷൻഷിപ്പിനെ ലോകം എതിർക്കും, അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരും, അതിനെ തകർക്കാൻ നോക്കും. അതൊക്കെ ഓട്ടോമാറ്റിക്കലി എനർജറ്റിക്കലി ലോകത്തിൽ നിന്നുണ്ടാവുന്ന ഒരു റിയാക്ഷനാണ്. അതിലെ പ്രശ്നങ്ങൾ കണ്ടിട്ട് അതിനൊരു ലോ ലെവൽ റിലേഷൻഷിപ്പായിട്ട് കണ്ടിട്ട് പാർട്ട്നേഴ്സിനെ ഉപദേശിച്ച് മാറ്റാൻ നോക്കും. അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക തരം അസൂയ ലോകത്തിന് ഉടലെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിവൈൻ ഫെമിനിനും മാസ്കുലിനും ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അത് മാസ്കുലിൻ്റെ സർക്കിളിൽ ഒരുപാട് ജലസി ഉണ്ടാകും. ഡിവൈൻ മാസ്കുലിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരുപാട് ജലസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ DMൻ്റെ തേർഡ് പാർട്ടികൾ റിലേഷൻഷിപ്പിനെ തകർക്കാൻ ഓട്ടോമാറ്റിക്കലി എനർജറ്റിക്കലി ശ്രമിക്കും. അപ്പോൾ DMൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും അവരായിട്ട് റിലേഷൻഷിപ്പിലാവുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ വിളിച്ച് പറഞ്ഞ് പോവുക വീടിൻ്റെ പുറത്ത് കൂടെ. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമൊക്കെ ഉള്ളൊരു സമയമായിരിക്കാം അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ നോക്കുക, ജലസായി തകർക്കാൻ നോക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രവൃത്തികളും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അവർ അങ്ങനെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ നോക്കുമ്പോൾ ഡിവൈൻ മാസ്കുലിൻ ചിലപ്പോൾ
തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് ചിലപ്പോൾ നിന്നു എന്ന് വരാം. അങ്ങനെയല്ല ഞാൻ പറയാം, തേർഡ് പാർട്ടീനെക്കെതിരെ അവർ ആക്ഷനൊന്നും എടുത്തില്ല എന്ന് വരാം. അവർ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ പണ്ട് തകർക്കാൻ ശ്രമിച്ച ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർക്ക് ഇപ്പോഴും ചിലപ്പോൾ കണക്ഷൻ ഉണ്ടായിരിക്കാം. അത് അവർ ആ റിലേഷൻഷിപ്പിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് ഡിവൈൻ ഫെമിനിൻ പോവില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അവർക്കറിയാം അതൊരു സോൾ കണക്ഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഡിവൈൻ ഫെമിനിൻ അതിനെതിരെ ആക്ഷൻ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവൈൻ മാസ്കുലിന് ചുറ്റും ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. മാസ്കുലിൻ അത് തിരിച്ചറിയാത്തതിൻ്റെ കാരണം ഡിവൈൻ ഫെമിനിന് അത് ഓക്കെ ആയതുകൊണ്ടാണ്. ഡിവൈൻ ഫെമിനിന് അതിനെ എതിർക്കാത്തത് കൊണ്ടും മാസ്കുലിന് വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്തത് കൊണ്ടും റിലേഷൻഷിപ്പിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട, മാസ്കുലിൻ ഇട്ടിട്ട് പോവുമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിനെ കണ്ടില്ല എന്ന് നടിച്ചിട്ടും ഒക്കെ ആവാം. അല്ലെങ്കിൽ മാസ്കുലിനോടുള്ള അതിയായ സ്നേഹം കൊണ്ടൊക്കെ ആവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് മാസ്കുലിൻ എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളത്? അവരിപ്പോഴും അങ്ങനെയുള്ള പാർട്ടികളായിട്ട് ഫ്രണ്ട്സാണോ? എന്തുകൊണ്ട് തേർഡ് പാർട്ടീസ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ മാസ്കുലിൻ ആക്ഷൻ എടുക്കുന്നില്ല? അപ്പോൾ ഇത് മാസ്കുലിൻ ജസ്റ്റ് നിങ്ങൾ സേഫാണ് എന്നുള്ളൊരു കാര്യം കണ്ടെത്തിയിട്ട് ബാക്കി വീണ്ടും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ മിറർ ചെയ്തിട്ട് അവരുടെ സെൽഫ് വർത്തും അവർ കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഡിവൈൻ മാസ്കുലിനുമായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാം. ഡിവൈൻ മാസ്കുലിൻ്റെ പിന്നിൽ നിന്നിട്ട് അവർ ഈ റിലേഷൻഷിപ്പിനെ തകർക്കാൻ ശ്രമിക്കും. ഡിവൈൻ മാസ്കുലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത് അവർ തന്നെയാവാം. നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഒരാളെ ഇൻസെക്യൂർ ആക്കാനോ ഈ റിലേഷൻഷിപ്പിനെതിരെ വർക്ക് ചെയ്യിപ്പിക്കാനോ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ അവരുടെ ഫാമിലി മെമ്പർ തന്നെയാണെന്ന് വിചാരിക്കുക. ഡിവൈൻ മാസ്കുലിനും ഫെമിനിനും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനോട് ഭയങ്കര ജലസാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ അപ്പോൾ ആ ഫാമിലി മെമ്പർ ഭയങ്കര ലോ ലെവലാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര മിസോജനിസ്റ്റിക്കും സ്ത്രീകളെ പറ്റിയിട്ട് ഭയങ്കര പ്ലേ ബോയ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ സ്വഭാവം കാണിക്കുന്നത് വഴി തന്നെ ഡിവൈൻ ഫെമിനിനിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടാക്കും. ഇങ്ങനൊരു കണക്ഷനിലാണോ അവൾ നിൽക്കുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണോ ഡിവൈൻ മാസ്കുലിൻ കണക്ഷൻ ഉള്ളത്? അപ്പോൾ അവൻ ഒന്നും പറയാണ്ട് പോകുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ടാണോ കണക്ഷൻ? മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണോ? സ്ത്രീകളെ പറ്റി പ്ലേ ബോയ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിട്ടാണോ? അവനവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ഏതൊക്കെ തരത്തിലുള്ള ഇൻഫ്ലുവൻസിൽ പെടുന്നു എന്നറിയില്ല. പിന്നെ ഡിവൈൻ മാസ്കുലിൻ്റെ ഈഗോനെ അങ്ങനെ കളിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരെ അവൻ്റെ ചുറ്റിലും കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും അവനിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിങ്, നീ അഡിക്ഷനിൽ പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിത്തിരി അഡിക്റ്റീവായ സാധനങ്ങൾ എടുക്കാത്ത ആൾക്കാരൊന്നും ആണുങ്ങളല്ല എന്നുള്ള രീതിയിലുള്ളത്. ഇത്തിരി പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ എല്ലാവരുമായിട്ട് കൂട്ടുകൂടി ഫ്രണ്ട്സ് ആയി ലോ സ്റ്റാൻഡേർഡ് ആയാലും അത് മാസ്കുലിന് അറിയില്ല സ്റ്റാൻഡേർഡ് കാണാൻ. അത് മാസ്കുലിന് ഹാർട്ട് കണക്ഷൻ വന്നാലേ മാസ്കുലിന് ഇങ്ങനെ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ അറിയുള്ളൂ. മാസ്കുലിന് ഹാർട്ട് കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലോ ലെവലിൽ ഉള്ള സ്ഥലത്ത് നിൽക്കില്ല, അത് ഹർട്ട് ചെയ്യും അവരെ. അപ്പോൾ മാസ്കുലിൻ്റെ ഹാർട്ട് ഫെമിനിൻ ആണല്ലേ, അപ്പോൾ ഫെമിനിൻ അവൻ്റെ കൂടെയുള്ളിടത്തോളം അവന് ആ ഹാർട്ട് കണക്ഷൻ വരില്ല എന്നുള്ളതാണ്. അവനതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. എല്ലാ പ്രശ്നങ്ങളും ഫെമിനിനാണ് ഏറ്റെടുക്കുക. എല്ലാ ഇമോഷണൽ പ്രശ്നങ്ങളും എല്ലാ ബർഡനും ഏറ്റെടുക്കുന്നത് ഫെമിനിനായിരിക്കും. സാരില്ല, നിൽക്കാം എന്ന് വിചാരിക്കും, കൂടെ നിൽക്കാം എന്തൊക്കെയാണെങ്കിലും. കാരണം ഫെമിനിന് കാണാൻ കഴിയും അത് മാസ്കുലിൻ അല്ല ചെയ്യുന്നത്. മാസ്കുലിൻ്റെ ചുറ്റിലുള്ള ആൾക്കാർ റിലേഷൻഷിപ്പിനെ തകർക്കാൻ നോക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫെമിനിന് മനസ്സിലാവും. മാസ്കുലിന് അതിനെപ്പറ്റി അറിവില്ല എന്നുള്ളതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് നമുക്കറിയുന്നത് കൊണ്ട് നമുക്ക് അവരുടെ ചുറ്റിലുള്ള ആ ഒരു ആൾക്കാരുടെ ഉദ്ദേശം അറിയുന്നത് കൊണ്ട് നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ കാണുന്തോറും അവർക്ക് മാസ്കുലിന് കാണാനുള്ള കഴിവ് കുറയും. ആ മാസ്കുലിന് പ്രശ്നമില്ല എന്ന് വിചാരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയ ബർഡനൊന്നും നമുക്ക് റിലേഷൻഷിപ്പിൽ എടുക്കേണ്ട കാര്യമില്ല. നമ്മളെ ശ്രദ്ധിക്കുക, നമ്മളെ ഹാപ്പി ആയിരിക്കും വയ്ക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചൂസ് ചെയ്യുക, നമ്മുടെ സമാധാനം ചൂസ് ചെയ്യാം.
നമുക്ക് വേണ്ടിയുള്ള ഒരാൾ നമ്മളെ പിന്തുടരും, നമ്മളെ നല്ല രീതിയിൽ നോക്കും. റിലേഷൻഷിപ്പിനെതിരെ അറ്റ്ലീസ്റ്റ് റിലേഷൻഷിപ്പിനെതിരെ പ്രവർത്തിക്കുന്ന എനർജികളെ കാണാൻ കഴിയും. അതിനെതിരെ സ്വന്തം ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. സ്വന്തം റിലേഷൻഷിപ്പിനെ എതിരെ ഒരു ഡിവൈൻ മാസ്കുലിൻ പ്രൊട്ടക്ഷൻ ബൗണ്ടറി കൊണ്ടുവരും. ഫെമിനിനൊരു സേഫ് സ്പേസ് ഉണ്ടാക്കുമല്ലേ അവൾക്കും അവൻ്റെ ഫാമിലിക്കും വളരാൻ വേണ്ടിയിട്ടുള്ളൊരു സേഫ് സ്പേസ് ഉണ്ടാക്കും. വേറൊരു കാര്യവും അവരുടെ റിലേഷൻഷിപ്പിന് ഇടയിൽ വരുന്നില്ല എന്നുള്ളൊരു കാര്യം അവൻ ഉറപ്പാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് തേർഡ് പാർട്ടികൾ കാണാം. അവൻ്റെ റിലേഷൻഷിപ്പിന് ഉള്ളിൽ ഇൻസെക്യൂരിറ്റി കൊണ്ടുവരാൻ നോക്കുന്ന ആൾക്കാരെ കാണാം. അവനെ ഇങ്ങനെ വെറുതെ കിടന്ന് മാസ്കുലിനെ കളിപ്പിക്കുന്നതും മാസ്കുലിനെ ഇങ്ങനെ കുത്തി അവനെ പല ആക്ഷനിലേക്ക് നയിക്കുന്നതും, അവൻ ആണല്ല എന്നുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് കോൺഫിഡൻസ് ഇല്ല, ആണുങ്ങളായാലും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, സ്ത്രീകളുടെ പിന്നാലെ സ്ത്രീകളുടെ വാക്കും കേട്ട് നടക്കില്ല. ഇത് ഒരു ഡിവൈൻ ഫെമിനിൻ ഗൈഡൻസ് അല്ലെങ്കിൽ കിട്ടുക എന്നുള്ള പറയുന്നത് അത്രയും ഭാഗ്യം വേറൊരു ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ നിന്ന് ഗൈഡൻസ് കിട്ടുക എന്നുള്ളൊരു കാര്യം ഡിവൈൻ മാസ്കുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, വളരെ ഭാഗ്യം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ഇൻറ്റ്യൂറ്റീവായ സ്ത്രീ, ഇത്രയും അറിവുള്ള സ്ത്രീ, ഇത്രയും എനർജി സെൻസിറ്റീവായ സ്ത്രീ, എത്രയും വിസ്ഡമുള്ള സ്ത്രീ, അത് ആ സ്ത്രീയിൽ നിന്ന് ഒരു വിസ്ഡം കിട്ടുക എന്നുള്ളൊരു കാര്യം, ആ വിസ്ഡത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടെ ഒരു ഡിവൈൻ മാസ്കുലിൻ ആ വേലി കെട്ടുക തന്നെ ചെയ്യും. ആ വിസ്ഡത്തിനെ എടുത്ത് അതിന് കൂടെ ആക്ഷൻ എടുത്ത് ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഡിവൈൻ ഫെമിനിൻ വിസ്ഡം എല്ലാവർക്കും കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ എന്നിട്ട് പോലും ഈ കാർമിക് എനർജികൾ ഈ വിസ്ഡത്തിനെ, ഈ ഫെമിനിൻ്റെ വിസ്ഡത്തിനെ മാസ്കുലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ടും മാസ്കുലിൻ എന്നെ കീഴിൽ നിർത്തുന്ന ഒരു കാര്യമായിട്ടും ഒക്കെ മാസ്കുലിനെ മനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ അവന് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ആ ഡിവൈൻ ഫെമിനിൻ അവൻ്റെ ലൈഫിൽ നിന്ന് പോകുമ്പോഴാണ്. അവൾ എത്രമാത്രം ഭാരം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ട്, അവൾ എത്രമാത്രം ബർഡൻ ചുമന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത്രയും ബാക്ക് ലാഷസ് അവൾ കണ്ടിട്ടും അവൾ അതിനെതിരെ വർക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ എനർജി ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. മാസ്കുലിന് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി അവൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാസ്കുലിന് മനസ്സിലാവുന്നത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് നാളത്തേക്കെങ്കിലും മാറി നിൽക്കുമ്പോഴായിരിക്കും. അവിടെ ആ പ്രൊട്ടക്ഷൻ പോകുമ്പോൾ ഈ കാർമിക് അറ്റാക്കുകളൊക്കെ ഒരുമിച്ച് കിട്ടാൻ തുടങ്ങും മാസ്കുലിൻ. അവിടെ ഒരു എന്താ പറയുക, കുരിശ് ചുമന്ന യേശു ക്രിസ്തുവായിട്ട് മാസ്കുലിനിലേക്ക് ബാക്ക് ലാഷസ് ഒന്നും എത്താണ്ട് നോക്കിയിരുന്നു ഇത്രയും കാലം. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലെ മാൻ എന്ന നിലയിൽ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നിരുന്ന ഒരാളായിരുന്നു ഡിവൈൻ ഫെമിനിൻ. അപ്പോൾ ഡിവൈൻ ഫെമിനിൻ ആ ഒരു ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അറിയാം ഇത്രയും കാർമിക് എനർജികളൊക്കെ അവളുടെ ആ ഒരു ഭാരം പോകുന്നതും അവൾക്കൊരുപാട് അവളുടെ എനർജി അവൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതും കാണാൻ കഴിയും. അപ്പോൾ ഈ കാർമിക് ഇൻഡിവിജ്വൽസും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ജലസിയും ഇൻസെക്യൂരിറ്റിയും ഒക്കെ അത് ബാക്ക് ലാഷസും ഒക്കെ അത് മാസ്കുലിൻ്റെ ആയിരുന്നു. മാസ്കുലിൻ്റെ പ്രശ്നങ്ങളും മാസ്കുലിൻ്റെ ബർഡനായിരുന്നു. അത് മാസ്കുലിനിലേക്ക് തന്നെ എത്തും. അപ്പോൾ നമുക്കറിയാം അങ്ങനെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ മാസ്കുലിൻ്റെ കാര്യങ്ങളും കിട്ടും, ഫെമിനിൻ്റെ കാര്യങ്ങളും അവളുടെ എനർജി അവൾ തിരിച്ചെടുക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അത് അത്രയും ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ മാസ്കുലിനിൽ നിന്ന് നഷ്ടമാവുന്നതും ശക്തി പോകുന്നതും കാണാൻ കഴിയും. ഒരു ശക്തി പോയ ഒരു സ്ഥലത്ത് കാർമിക് എൻഡിങ്സ് ഉണ്ടാവും, കൊളാപ്സ് ഉണ്ടാവും. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ്റെ അവേക്കനിങ്ങിലേക്ക് അത് നയിക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ
ഡിവൈൻ മാസ്കുലിനെ ഡെലിബറേറ്റ്ലി ഫെമിനിൻ്റെ മുന്നിൽ വെച്ചിട്ട് വളഞ്ഞ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഫെമിനിനിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആണ്. എന്നിട്ടും അവൾക്കതറിയാം അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് അവൾക്കറിയാം. അവൾ റിലേഷൻഷിപ്പിനെ അവരില്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെന്നറിയാം. മാസ്കുലിൻ്റെ പ്രശ്നമല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ മാസ്കുലിൻ അതിനോടൊക്കെ അതിന് പിന്നാലെ ഏറ്റെടുത്ത് അതിന് പിന്നിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തീരെ കേപ്പബിലിറ്റി ഇല്ലാത്ത അവരുടെ ഈഗോനെ ഇങ്ങനെ ഈഗോനെ ഒരു പാവയെ പോലെ തട്ടിക്കളിക്കാൻ കേപ്പബിളായിട്ടുള്ള കാർമിക് എനർജികൾ ചുറ്റിലുള്ളപ്പോൾ മസ്കുലിൻ അത് മനസ്സിലാക്കാൻ പോലുമുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതാണ് ഒരു സോൾ കണക്ഷൻ. അപ്പോൾ ആ മിററിങ് ഭയങ്കര ഇൻറ്റൻസ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ. പിന്നെന്താണ് മാസ്കുലിൻ്റെ കുറച്ച് കാർമിക് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജോബ് തന്നെ ആവാം വേറെ. അപ്പോൾ അവരുടെ ജോബിൽ ഈ റിലേഷൻഷിപ്പിൽ ഫെമിനിൻ കൂടെ നിൽക്കും തോറും ഞാൻ പറയാം ഒരു കാര്യം പറയാം. ഫെമിനിനും മാസ്കുലിനും എപ്പോഴും ഒരുമിച്ചേ ഉണ്ടാവുള്ളൂ. ലോ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ലോ ലെവലിലുള്ള മാസ്കുലിൻ്റെ കൂടെ ഫെമിനിൻ നിൽക്കുകയാണെങ്കിൽ മാസ്കുലിൻ ആ ലെവലിൽ എത്ര വേണമെങ്കിലും നിൽക്കും. ആ ലെവലിലും താഴെ പോകാനും തയ്യാറാവും. ആ സ്ത്രീ നിൽക്കുന്നത് വരെ അവൻ അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഡിവൈൻ ഫെമിനിൻ ഒരു ഹൈ ലെവൽ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെമിനിനും മാസ്കുലിനും എപ്പോഴും ഒരുമിച്ച് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഫെമിനിൻ പോകുന്നിടത്തേക്ക് മാസ്കുലിൻ പോവും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫെമിനിൻ്റെ ഉള്ളിലെ ആ ഒരു ഹയർ മാസ്കുലിൻ എനർജി, ആ ഹയർ ചോയ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരാളെ ഫെമിനിൻ അട്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാസ്കുലിൻ്റെ കാർമിക് ജോലിയാണെങ്കിൽ ജോലി വളരെ മോശമായി പോകുന്നതും അത് മാസ്കുലിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലാവുന്നതും ഓവർ വർക്കിന് കാരണമാവുന്നതും കാണാൻ കഴിയും. ആ ജോലി തന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത് കാണാൻ കഴിയും. അവനെ ഓവർ സീക്ക് കൊണ്ടുപോകുന്നതും അവിടെ പോലും റിലേഷൻഷിപ്പിന് വേണ്ടി സമയം ഉണ്ടാക്കാത്ത രീതിയിലാക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അതും വർക്കാവില്ല. അത് വെറുതെ ഒരു അത് യൂണിവേഴ്സിൻ്റെ ഒരു കളിയാണ്. അതൊരു മിററിങ് ആണ്. അത് നമ്മുടെ ഒരു കുതിരയുടെ മുന്നിൽ ഒരു ക്യാരറ്റ് കെട്ടി നടത്തുന്ന പോലെയാണ്. അതൊരിക്കലും ഫുൾഫിൽമെൻ്റ് കൊണ്ടുവരില്ല എന്ന് മാത്രമല്ല അവന് മുന്നിൽ അത് കാണിക്കുന്ന റിസൾട്ട്സ് പോലും കിട്ടാൻ ഒരുപാട് കാലമെടുക്കും. അപ്പോഴേക്കും ലൈഫൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവൈൻ ഫെമിനിൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ. പിന്നെ മാസ്കുലിൻ്റെ ആ ഒരു അഡിക്ഷൻസ് അല്ലെങ്കിൽ പ്രിഫറൻസസ്, മാസ്കുലിൻ്റെ പ്രിഫറൻസസ് എന്ന് പറയുന്നത് അത് അവൻ്റെ ഫ്രീഡം ആയിരിക്കാം. പക്ഷേ അവൻ ആ പ്രിഫറൻസ് കൊണ്ട് ചെന്ന് കയറുന്ന സ്ഥലങ്ങൾ എങ്ങനെയാണ്, ആ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ്, അവരുടെ പ്രിഫറൻസ് എന്താണ്, അവർ ഏതൊക്കെ എനർജീനെ ആയിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അവർ ഏതൊക്കെ മെട്രിക്സിലെ ഏതൊക്കെ ലോ എനർജി അല്ലെങ്കിൽ പൊസഷൻസ് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. അതൊരു പോർട്ടലാണ്. അപ്പോൾ ഡാർക്ക് പോർട്ടലായിട്ട് മാസ്കുലിൻ കണക്റ്റഡ് ആണോ? അപ്പോൾ അങ്ങനെയുള്ള കണക്ഷൻസ് വളരെ ഡിവൈൻ പോർട്ടലായിട്ടുള്ള ഡിവൈൻ ഫെമിനിനെ ബാധിക്കുന്നതായിരിക്കും. അവൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവളുടെ എനർജിയെ വളരെ ബാധിക്കുന്നതായിരിക്കും. മാസ്കുലിൻ ഏത് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു ആ സ്പേസ് ആയിരിക്കും ആ റിലേഷൻഷിപ്പ്. ഒരു സ്ത്രീക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു എൻവിയോൺമെൻറ്റ് ഒരു പുരുഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു എൻവിയോൺമെൻറ്റിൻ്റെ ഹെൽത്ത് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു ഡിവൈൻ ഫെമിനിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇൻഡിവിറ്റീവായ ഇത്രയും ലൈറ്റ് ഫീൽഡ് ആയിട്ടുള്ളൊരു വുമൺ, അത് ഇത്രയും ലോ ലെവൽ എൻറ്റിറ്റീസ് ആയിട്ടുള്ള പോർട്ടൽസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് മാസ്കുലിൻ പോയി കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല. നമുക്ക് കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ അത് എനർജിയാണല്ലേ. അപ്പോൾ അവരേതൊക്കെ തരത്തിലുള്ള എനർജി ആയിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് ഡിവൈൻ ഫെമിനിനെ ബാധിക്കും. അവരുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കും. അവരുടെ ബോഡി തന്നെ മാസ്കുലിനെ റിജക്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും.
കാരണം അവൾക്ക് കൺഫ്യൂഷൻ ആണ്. അവൾ എന്ത് സാധനമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് പോലും അവർക്ക് അറിയില്ല അവസാനം. കാരണം മാസ്കുലിൻ്റെ ആ ഒരു സോഷ്യൽ ലൈഫോ പ്രൈവറ്റ് ലൈഫോ അതിലേക്കും ഉള്ള കണക്ഷൻ പോലും ഇല്ലാത്തത് കാണാൻ കഴിയും. അപ്പോൾ ആരുമായിട്ടാണ് റിലേഷൻഷിപ്പിലെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് ആ റിലേഷൻഷിപ്പ് പോവും. എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, മാസ്കുലിൻ എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു ആങ്സൈറ്റിയിലേക്ക് നമ്മളെ നയിക്കും. കാരണം നമുക്കറിയില്ല ഇനി എന്ത് ഡീമണായിട്ടാണ് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരിക ഈ റിലേഷൻഷിപ്പ് നിലനിർത്താൻ. എന്ത് ഡീമണായിട്ടാണ് കണക്ഷൻ അവർക്കുള്ളത്, അവർ കൊണ്ടുവരുന്നത്. അടുത്ത വാർ സോൺ എന്തായിരിക്കും നമുക്കറിയില്ല. ഇതിൻ്റെ ഒന്നും കാര്യമില്ല, ഇതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒരു ഡിവൈൻ ഫെമിനിൻ എന്ന് പറയുന്നത് ഇത് അവളെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അവൾക്കാണ് സേഫ്റ്റി വേണ്ടത്. അവൾക്ക് ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഒരിക്കലും വറി ചെയ്യേണ്ടി വരരുത്. അപ്പോൾ അവരുടെ മാസ്കുലിൻ എന്ന് പറയുന്ന കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് അതിന് കേപ്പബിളായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് മാസ്കുലിൻ്റെ DM കൗണ്ടർ പാർട്ടിൻ്റെ തേർഡ് പാർട്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. മാസ്കുലിൻ്റെ വേറെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയാണ്. അവരുടെ ഫാമിലിയിൽ നിന്ന് അവർക്ക് ചെറുപ്പകാലത്തിൽ കിട്ടാതെ പോയ അറ്റൻഷൻ്റെ കുറവ് അവർക്ക് കിട്ടുമ്പോൾ അവർ ഏതിനും തയ്യാറാവും. അവരുടെ ഫാമിലീനെ വേണ്ടിയിട്ട് അവർ എന്തും കൊടുക്കാൻ തയ്യാറാവും. അത് അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഉദ്ദേശശുദ്ധി ശരിയല്ലെങ്കിലും അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് മാസ്കുലിൻ്റെ ഹാപ്പിനെസ് കാണാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ലെങ്കിലും അവന് പ്രിയപ്പെട്ട കാര്യങ്ങൾ പോലും അവർ അതിലേക്ക് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് പോലും അവരുടെ തേർഡ് പാർട്ടി ഫാമിലിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാസ്കുലിനെ അറിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ഫാമിലി തേർഡ് പാർട്ടി ആണെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പിനെതിരെ വർക്ക് ചെയ്യും. ഫെമിനിനെ എനർജറ്റിക്കലി ആട്ടി ഓടിക്കാൻ ശ്രമിക്കും. അപ്പോൾ മാസ്കുലിൻ ചൊവ്വ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മാസ്കുലിൻ അത് ഫെമിനിനെ ബ്ലെയിം ചെയ്യാം. അവിടെ ഒരു ഹെല്ലുണ്ടാക്കരുതെന്ന് പോലും പറയാം. ശരിക്കും അവളാണ് അവിടുത്തെ ഹെവൻ എന്നുണ്ടെങ്കിൽ പോലും. അപ്പം അങ്ങനെ ഒരു ബ്ലെയിമിങ് ചിലപ്പോൾ കേൾക്കാം. അപ്പോൾ ഓൾറെഡി അവൾക്കാണ് ഒരു ഹെല്ലല്ലേ അത്. അപ്പോൾ മാസ്കുലിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിക്കും ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഫാമിലി തേർഡ് പാർട്ടി ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് അവളുടെ എനർജി സെൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് അവരിൽ ഇൻസെക്യൂരിറ്റി റിയാക്ഷൻസ് ഉണ്ടാക്കും. അവൾ ചെയ്യുന്ന എല്ലാ കാര്യവും പ്രശ്നമായിരിക്കും. അവൾ ധരിക്കുന്ന വസ്ത്രം പ്രശ്നമായിരിക്കും. അവൾക്ക് വേണ്ടി ഒരു കാര്യം പോലും അവൾക്ക് തീരുമാനമെടുത്ത് ചെയ്യാൻ പറ്റില്ല. അവൾ എണീക്കുന്ന സമയം, കഴിക്കുന്ന ഭക്ഷണം എല്ലാത്തിലും കൺട്രോൾ വരും. അവൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പോലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകളുണ്ടാവും. അവളുടെ പൊസഷൻസ് പോലും ബാക്കിയുള്ളവർ അതിക്ക് പോലും കൈയിടാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അവളും മാസ്കുലിനും തമ്മിൽ ചിലവഴിക്കുന്ന സമയങ്ങളിൽ പോലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതും അതിന് പോലും അസൂയപ്പെടുന്ന ആൾക്കാരെയും കാണാൻ കഴിയും. അപ്പോൾ അത്രയും ലോ ലെവലിലും അതിലും വളരെ മോശമായിട്ടും എനിക്ക് പറയാൻ കഴിയും ഇതിനെ പറ്റിയിട്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, നിങ്ങൾ DM തേർഡ് പാർട്ടി ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ കാണാൻ കഴിയും എത്രയും പേര് എത്രയൊക്കെ ദുരിതങ്ങളിലൂടെ മിററിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ഫാമിലിയിലേക്കല്ല ഒരു ഫെമിനിൻ വരേണ്ടത്. മാസ്കുലിനാണ് ഒരു സേഫ് ആയിട്ടുള്ളൊരു ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫാമിലിയിലേക്കല്ല വരുന്നത്. ഒരു ഫാമിലി അവരുടെ ആ ഒരു കണക്ഷൻ ഓൾറെഡി ഉള്ളൊരു കണക്ഷൻ നിലനിർത്താൻ നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്നും ഫെമിനിൻ പറഞ്ഞ് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് ഫെമിനിൻ ഇല്ലാതാവുമ്പോൾ മാസ്കുലിൻ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ്. മാസ്കുലിൻ പിന്നെ ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം പിന്നീട് ഫെമിനിൻ കൗണ്ടർ പാർട്ടായിട്ട് റിലേഷൻഷിപ്പ് നിലനിർത്താനും. കാരണം ഒരു ഡിവൈൻ ഫെമിനിൻ കൗണ്ടർ പാർട്ടിനെ അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലും അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻ്റ് ആണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൽ തേർഡ് പാർട്ടി ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് സാധ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡിവൈൻ മാസ്കുലിൻ്റെ അവേക്കനിങ് നടക്കുമ്പോൾ ഈ തേർഡ് പാർട്ടികൾ ലൈഫിൽ നിന്ന് പോകുന്നതും
അപ്പോൾ ഈ ഡിവൈൻ മാസ്കുലിൻ്റെ അവേക്കനിങ്ങിലോ ഡിവൈൻ മാസ്കുലിനെ ഫിക്സ് ചെയ്യാനോ അതൊന്നും ഫെമിനിൻ്റെ ജോലിയല്ല. ഫെമിനിന് ഒരു ജോലിയില്ല. ഫെമിനിന് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡിവൈൻ ഫാദർ ആയിട്ടുണ്ട്. അപ്പോൾ ഫെമിനിൻ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്, ഒന്നും ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ഫെമിനോട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈൻ ഫാദറുള്ളൊരു കുട്ടി എങ്ങനെ പ്രവർത്തിക്കും? ഇതൊക്കെ സംബന്ധിച്ച് വറീഡാവോ? ഇല്ല. അവൾക്ക് സേഫായിട്ടുള്ള സ്പേസും അവളെ അർഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, ആ ഡിവൈൻ ഫാദർ എന്ത് ചെയ്യും, അവളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവൾക്ക് വേണ്ടതെല്ലാം ഓട്ടോമാറ്റിക്കലി കിട്ടും. അവളുടെ കൗണ്ടർ പാർട്ട് എനർജി, അവളുടെ ഉള്ളിലുള്ള എനർജി, ഡിവൈൻ മാസ്കുലിൻ എനർജിയുടെ റിഫ്ലക്ഷൻ അവളുടെ ചുറ്റിലും കാണാൻ കഴിയും. അവനും എനർജറ്റിക്കലി അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അവളെ സപ്പോർട്ട് ചെയ്യുന്നതും കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ലോ ലെവലായിട്ടുള്ള കണക്ഷനിൽ നിന്നും എനർജിയിൽ നിന്നും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അവളുടെ ലൈഫ് ഫ്ലോറിഷ് ചെയ്യുന്നതും കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു സെഷൻ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് എൻ്റെ അബൌട്ട് സെഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ കഴിയും. അപ്പോൾ ഗുഡ് ബൈ.